നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1805 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ. അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ചില മൂലകങ്ങളിലെ പ്രതിപ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമസ്കാരം. ഹലോ, എന്നെ കേൾക്കാമല്ലോ? കേൾക്കാം. ഞാൻ ആദരണീയരായ IFPHന്റെ സംഘാടകർക്കും ഇതിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും പ്രത്യേകമായും നമസ്കാരം. നമ്മുടെ ആദരണീയനായ ഡോക്ടർ സാമുൽ ഹനിമാനും പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പുതിയതായിട്ട് നമ്മൾ ഒരുപക്ഷെ എല്ലാവരും അധികം ഓർക്കാത്ത, എന്നാൽ എല്ലാ ദിവസവും ഓർക്കുന്ന ഇന്ന് ഈ ആദരണീയരായ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഡോക്ടർ സാമുൽ ഹനുമാനോടൊപ്പം ഇന്ന് ഡോക്ടർ ഷൂസ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഞാൻ സ്മരിച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം. ഞാനിത് പ്രധാനമായിട്ടും ഈ എലിമെന്റ്സിനെ അതേ ലെവലിൽ തന്നെ നമ്മുടെ ശാസ്ത്രവുമായി ബന്ധിച്ച് കണ്ട ഡോക്ടർ, ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഷൂസ്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഷെയർ കാണാൻ വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ടോ ഡോക്ടറെ? കാണാം. അപ്പോ നമുക്ക് ഇന്ന് ഞാൻ ഈ ഇന്ററാക്ഷൻസ് ഓഫ് സം എലിമെന്റ്സ് എന്നുള്ളത് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശരീരത്തിൽ ഇത്തരത്തിലുള്ള എലിമെന്റ്സ് എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവയുടെ അവസ്ഥ എന്നതിനെ പറ്റിയാണ് ചെറുതായിട്ടൊരു ക്ലാസ്. വ്യക്തമായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ആധികാരികത എനിക്കില്ല, എന്നാലും ഇത് നമുക്ക് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അതായത് ചില എലിമെന്റ്സ് പ്ലാന്റ്സിലായാലും അനിമൽസിലായാലും പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ട് അവ എന്തൊക്കെ ഒന്നിനെ മറ്റൊന്ന് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഭാവിയിൽ നമുക്കിപ്പോൾ അനേകം റിസർച്ച് വർക്കിനൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ ബോറോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സിംറ്റം അല്ല, കറക്റ്റ് ഒരു സൈൻ തന്നെ കിട്ടിയിരുന്നു. അപ്പൊ അത് വെച്ച് എനിക്ക് ഒരു പ്രോജക്റ്റ് പോലെ ഒരു വലിയൊരു പാർട്ട് സ്റ്റഡി ചെയ്യാൻ സാധിച്ചതുപോലെ കുറച്ച് ചെറിയ വിവരങ്ങൾ ഇതിനോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കാം. ഇത് ഷൂസ്ലറുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഒരു കോട്ടിംഗ് ആണ്. അതായത് വാലന്റൈൻ എന്ന് പറഞ്ഞ പ്രൊഫസറുടെ പേരാണ്. നാച്ചർ വർക്ക്സ് എവരിവെയർ വിത്ത് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്മാൾ മാഗ്നിറ്റ്യൂഡ്സ് which whether in homogeneous or heterogeneous aggregations can only be perceived by our relatively obtuse organs of sense when in finite masses എന്ന മറ്റൊരു ടെക്സ്റ്റ് കാണുന്നത്. ഫിനിറ്റ് മാസസ് തന്നെയാണ്, മീനിങ് ഒന്ന് തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസിനെ കൊണ്ട് നമുക്ക് അറിയത്തക്ക രീതിയിലുള്ള വലിയ ഒരു ക്വാണ്ടിറ്റി ഒരിക്കലും ഇല്ല എങ്കിൽ കൂടി പ്രകൃതി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ത്രഷോൾഡ് ലെവലിലുള്ള എമൗണ്ട്, അല്ലെങ്കിൽ വേണ്ടി വരുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന എനർജി ആയാലും ശരി, കെമിക്കൽ കോമ്പൗണ്ട് ആയിരുന്നാലും ശരി, എലിമെന്റ് ആയിരുന്നാലും ശരി, പ്രൊവോക്കിങ് എന്തായാലും ആ പ്രവൃത്തി മണ്ഡലത്തിലെ പ്രവൃത്തിയോന്മുഖമായിട്ടുള്ള ആ പോയിന്റിൽ വളരെ ചെറിയ ഒരു പോയിന്റാണ് ആക്റ്റീവ് ആയിട്ട് പ്രവർത്തനത്തിൽ വരുന്നത്. ഇത് ഒരു നിയമമാണ് പ്രവൃത്തിയുടെ. നമ്മളൊക്കെ തന്നെ സാധാരണ പലതും ഇത് അറിഞ്ഞിട്ടുണ്ട്. അതേസമയം നമുക്ക് the smallest picture which our eyes perceive proceeds from millions of waves of light. Millions of waves of light നിന്നാണ് നമുക്ക് ഒരു വിഷൻ കിട്ടുന്നത്. എന്ന് തന്നെ നമ്മൾ നേരിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കുലർ ഒരു വസ്തുവിനെ കാണാൻ കഴിയുന്നു. അതേസമയം നമ്മൾ പെർസീവ് ചെയ്യുന്നതിന് പെർസെപ്ഷന് വേണ്ടി തന്നെ അകത്തെ നമ്മുടെ വിഷൻ എന്ന് പറയുന്ന വേറൊരു പാർട്ടിൽ നിന്ന് ബ്രെയിൻ അതിനെ കൺസീവ് ചെയ്ത് ശരിക്കും അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് ഉടൻ തന്നെ വളരെ മൈന്യൂട്ടായിട്ട്
മൈന്യൂട്ട് ടൈമിൽ തന്നെ അത് വിഷ്വലാക്കി തരുന്നു. എ ഗ്രാനുൾ ഓഫ് സാൾട്ട് ദാറ്റ് വി ആർ ഹാർഡ്ലി ഏബിൾ ടു ടേസ്റ്റ് കണ്ടെയ്ൻസ് മില്യാർഡ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് വിച്ച് നോ സെൻജിയന്റ് ഐ വിൽ എവർ വ്യൂ. സാധാരണ എത്ര വലിയ കാഴ്ചശക്തി ഉള്ളവർക്കും ഈ സാൾട്ടിലുള്ള വലിയ ചെറിയ മൈക്രോ ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ നമുക്ക് കാണാൻ കഴിയില്ല നേരിട്ട് കണ്ടുകൊണ്ട്. അതാണ്, അതേസമയം നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മൈക്രോ എലിമെന്റ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ കാർട്ടിലേജ്, ബോണ്, ഇങ്ങനെ 2-3 കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഇപ്പം ബോൺ ആദ്യം ഞാൻ പറയാം. ബോൺ എർത്ത് എന്നാണ് പറയുന്നത്. ബോൺ എർത്തിലെ ഫോസ്ഫറസ്, സോഡിയം, കാൽഷ്യം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, ഫ്ലൂറിൻ, സിങ്ക് ഇത്തരം എലിമെന്റ്സ് ആണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ബോണിൽ. ഇതിന്റെ പ്രോട്ടീൻ ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീൻ കൊലാജൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ട്രേസ് എലിമെന്റ്സ് ബോറോൺ, കോപ്പർ, കാഡ്മിയം, അലൂമിനിയം, പ്ലംബം അഥവാ ലെഡ്, ദെൻ അയൺ, ഇത്രയുമാണ് ട്രേസ് എലിമെന്റ്സ് ആയിട്ട് സാധാരണ. അനിമൽസിലും ഹ്യൂമൻ ബീങ്സിലും ഇതിന് വ്യത്യാസം വരുന്നില്ല. ഏറ്റക്കുറച്ചിൽ ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഇത്തരത്തിലാണ് ട്രേസ് എലിമെന്റ്സ് കാണുന്നത്. ഇതിനെ ബോൺ എർത്ത് എന്നാണ് ഇത്രയും ഭാഗത്തിനെ പറയുന്നത്, ബോൺ എർത്ത്. കാർട്ടിലേജ് എടുക്കുകയാണെങ്കിൽ കാർട്ടിലേജിൽ ഉള്ള സാൾട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് കൊൺട്രോയിറ്റിൻ സൾഫേറ്റ്, കാൽഷ്യം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, സോഡിയം, പ്രോട്ടീൻ കൊലാജൻ അഗ്രിക്കാനും പ്രോട്ടീൻ ഗ്ലൈക്കാൻ എന്ന് പറയുന്ന 2 പ്രോട്ടീൻ പോർഷൻസ് ആണ് ഈ കാർട്ടിലേജിൽ കാണുന്നത്. അപ്പൊ കാർട്ടിലേജിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് ഒന്നും അധികം പറയേണ്ടി വരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ബോൺ ബ്ലഡ്, അതുപോലെ തന്നെ ബ്ലഡില് അയൺ പോർഷനാണ് ഹീം പോർഷൻ ധാരാളമായിട്ടുണ്ട്. സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ബൈകാർബണേറ്റ്സ് എന്ന ഭാഗമുണ്ട്. ഈ സോഡിയത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും സാൾട്ട്സ് ആയിട്ട് സോഡിയം ക്ലോറൈഡ് രക്തത്തിലെ ഏറ്റവും കൂടുതൽ 135 മില്ലിഗ്രാം പെർ 100 ml എന്ന് പറയുന്ന രീതിയിൽ ബ്ലഡിൽ ഉള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. ഈ സീ വാട്ടറിലെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് സ്റ്റഡി ചെയ്തിട്ട് പറയുന്നത് ആ സീ വാട്ടറിന്റെ അതേ കോൺസ്റ്റിറ്റ്യൂഷനാണ് മനുഷ്യന്റെ ബ്ലഡിലുള്ളതെന്നാണ്. എല്ലാ സാൾട്ട്സും മിക്കവാറും അതേ ഏറെക്കുറെ ആ ഒരു റേഷ്യോയിൽ തന്നെ ഉണ്ടായിരിക്കും. സോഡിയം ക്ലോറൈഡാണ് വളരെ കൂടുതലായിട്ട് സാൾട്ട് കാണുന്നത്. അപ്പോൾ വാട്ടറിൽ പിന്നെ ഉള്ളത്, ബ്ലഡിലുള്ളത് വാട്ടർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ആൽബുമെൻസ് ഉണ്ട്. അതായത് ഫാറ്റ് ഈ പ്രോട്ടീൻ പോർഷൻ, അമിനോ ആസിഡ്സിന്റെ ആൽബുമെൻസ് പ്രോട്ടീനാണ്. പിന്നീട് ഫ്ലൂറൈഡ്സും സിലിസിക് ആസിഡിന്റെ രൂപത്തിൽ സിലിക്കായും ഉണ്ട്. ഈ കണക്റ്റീവ് ടിഷ്യൂവിലും ബ്ലഡിലും വരുന്നുണ്ടെങ്കിലും ബ്ലഡ് സെൽസിൽ കുറച്ച് കാണുന്നുള്ളൂ. പക്ഷെ സീറത്തിലാണ് ഈ സിലിസിക് ആസിഡ് അഥവാ സിലിക്ക ഉള്ളത് കൂടുതലായിട്ട്. വാട്ടറും ഉണ്ട്, ഷുഗറും ഉണ്ട്. അപ്പം ബ്ലഡിന്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി സലൈവ എടുത്താലും അതേ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ബൈകാർബണേറ്റ് ഉണ്ട്, ഫോസ്ഫേറ്റ്സ് ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. സലൈവയിൽ പ്രത്യേകമായിട്ട് സോഡിയം ക്ലോറൈഡിന്റെ രൂപത്തിൽ തന്നെ, പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ രൂപത്തിൽ തന്നെ, കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് ഇങ്ങനെ വിഭാഗത്തിൽ വരും, കാൽഷ്യം ഫോസ്ഫേറ്റ്. പിന്നെ ബൈകാർബണേറ്റ്സ് ഉണ്ട്. ബൈകാർബണേറ്റ്സ് മീൻസ് അതിനകത്ത് കാർബണേറ്റ്സിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ കൂടി ചേർന്ന് ബൈകാർബണേറ്റ് ആയി. PO4 എന്ന് ഉദ്ദേശിക്കുന്ന ഫോസ്ഫേറ്റ്സ് ആണ്. അതായത് ഫോസ്ഫറസ് ഓക്സിജനുമായിട്ട് ചേർന്നാണ് സാധാരണ കാണുന്നത്. സലൈവയിലാണ് ക്ലോറിനും ഉണ്ട്. അതായത് സോഡിയത്തിന്റെ ക്ലോറിൻ എന്ന് ഉദ്ദേശിക്കുന്ന സോഡിയം ക്ലോറൈഡ്. അടുത്തത് മസിൽസ് ആണ്. മസിൽസിന്റെ പ്രോട്ടീനെ മസിൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നു. മസിലിലും ഇത് തന്നെ മെഗ്നീഷ്യം കൂടുതലുണ്ട്, പൊട്ടാഷ്യം. ചെറിയ വേരിയേഷൻസ് ആണ് സാധാരണ എല്ലാ ടിഷ്യൂസിനും വ്യത്യസ്തമായി കാണുന്നത്. മെഗ്നീഷ്യം, പൊട്ടാഷ്യം, കാൽഷ്യം ആൻഡ് അയൺ. അയൺ കണ്ടമാനം ഉണ്ട്. എപ്പോഴും ഡെറ്റീറിയേറ്റ് ചെയ്തും വീണ്ടും കളക്ട് ചെയ്തും വയ്ക്കുന്ന 2 ഘടകങ്ങളാണ് മെഗ്നീഷ്യവും അയണും. മസിലിലെ മൈഗ്നീഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷനാണ്, അയണിന്റെ പ്രധാനപ്പെട്ട ആക്ഷനാണ് മസിൽ കൺട്രാക്ഷനും മസിലിന്റെ എനർജി ട്രാൻസ്ഫറൻസിനും മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തിനൊക്കെ ഈ അയൺ വളരെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ് ആണെങ്കിൽ കൂടുതൽ അയൺ ഉണ്ടായിരിക്കും. ഇത് ബ്രെയിൻ ആൻഡ് നെർവ് ഇതേപോലെ തന്നെ. ഇപ്പോൾ സെൽസിൽ പൊട്ടാഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ബ്രെയിൻ സെൽസിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? ഇപ്പൊ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടുള്ള ഒരു എലിമെന്റ് ഫോസ്ഫറസ് ആണ്. ആ ഫോസ്ഫറസിന്റെ സ്വഭാവം നമുക്ക് മെറ്റീരിയൽ പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാം. അല്ലാതെ തന്നെ ആക്റ്റീവായിട്ട് എലിമെന്റൽ അതായത് കെമിസ്ട്രി ലെവലിൽ പഠിക്കുന്നവർക്കും വളരെ കൂടുതലായിട്ട് അറിയാം ഈ ഫോസ്ഫറസ് എന്താണ്, എന്തുമാത്രം ആക്റ്റീവായിട്ടുള്ള ഒരു എലിമെന്റ് ആണ്, എന്നാൽ എത്രമാത്രം സബ്ഡസ്റ്റ്, അതായത് അത് പ്രകൃതി നേരിട്ടൊന്നും തന്നെ കാണുന്നുമില്ല. അപ്പൊ ഫോസ്ഫേറ്റ്സിന്റെ രൂപത്തിലാണ് ബ്രെയിനിലും ഇത് കാണുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻ, അതായത് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഓയിലുമായിട്ട് ചേർന്നാണ് ഫോസ്ഫറസ് കാണുന്നത്. ഈ ബ്രെയിൻ സെൽസിലും നെർവ് സെൽസിലും ഫോസ്ഫറസ് കാണുന്നുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ സൈറ്റ്സ്, അതായത് DNA
ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ന്യൂക്ലിയോ പ്രോട്ടീൻസ് എടുത്ത് നോക്കിയിരുന്നാലും അവയിൽ എല്ലാ ചെയിനിലും, ഇപ്പോൾ ഒരു ചെയിൻ എടുത്താൽ അതിലെ ഓരോ ലാഡറിലും ഒരു ഇപ്പോൾ അഡിനിൻ തൈമിൻ ലെവലിൽ ആ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ യൂറോസിൽ അല്ലെങ്കിൽ തൈമിൻ അഡിസിൻ തൈമിൻ സൈറ്റോസിൻ ഇങ്ങനെ ഗയാനിൻ ഇങ്ങനെ പറയുന്ന ആ ഓരോന്നിലും ലാസ്റ്റിൽ ഒരു മോളിക്യൂള് എന്താണ് പി ആണുള്ളത്, ഫോസ്ഫറസ് ആണുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു എലിമെന്റും സാധാരണ നമ്മുടെ ഈ DNA കാണുന്നില്ല. ഫോസ്ഫറസ് ആണ് അവിടെ കാണുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ഗ്രൂപ്പിനെയാണല്ലോ നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീൻ എടുത്താലും ഒരു സെറ്റ്, ഐ മീൻ ATCGA അല്ലെങ്കിൽ AT ഇങ്ങനെ ആ 4 ഗ്രൂപ്പ്, ഇല്ലെങ്കിൽ ഒരു 6 ചേരുമ്പോൾ ഒരു ജീൻ, അല്ലെങ്കിൽ അതിലൊരു 10-12 എണ്ണം വേണ്ടി ഒരു ജീനിൽ, അങ്ങനെ അതിന്റെ എണ്ണം ആ അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു പോർഷനെയാണ് ജീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസിൽ DNA എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രാൻഡ്, ഒരു സിംഗിൾ സബ്സ്റ്റൻസ് എന്ന് തന്നെ പറയാം, സബ്സ്റ്റൻസ് ആണ് ഒരു ഇത് ക്രോമസോമിലുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൈയൊക്കെ വെച്ച് ക്രോമസോമിനെ വെച്ചിരിക്കുന്നുവെങ്കിലും ചുരുങ്ങി വളരെ കൂടുതൽ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും അതിന് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഡബിൾ സ്ട്രാൻഡ് ആണ്, സിംഗിൾ ആയിട്ടുള്ള ഒരു ഫിലമെന്റൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പൊ അതിന്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ട് കണ്ടമാനമായിട്ട് ഫോസ്ഫറസ് ഉണ്ട്. ഈ ഫോസ്ഫറസിന്റെ അഭാവമോ ഫോസ്ഫറസിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചോ വളരെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മസിൽസിനും അതുപോലെ തന്നെ മെഗ്നീഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഷൂസ്ലറുടെ പ്രധാനപ്പെട്ട അഭിപ്രായത്തിൽ എല്ലാ ജീവജാലങ്ങളിലും ഈ മാൻ ഈസ് ജനറേറ്റഡ് ഓഫ് എർത്ത് ആൻഡ് എയർ എന്നാണ്. ഇത് ഓൾഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോഴും അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് വേറൊന്നും പറയാനില്ല. എർത്തും എയറും കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. എർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണ്ണിലുള്ള എല്ലാമാണ്. മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എയർ കൊണ്ട്, വായുവിൻ്റെ. അപ്പോൾ വായുവിൽ തന്നെ വാട്ടറും എയറും എല്ലാം ഉണ്ട്. എർത്തിലും വാട്ടറും മറ്റു മൂലകങ്ങളും കണ്ടമാനമായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് മനുഷ്യന്റെ ജനറേഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സെന്റൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രധാനം. ഷൂസ്ലറുടെ സംഭാവന ഇതാണ്: സ്ട്രക്ചർ ആൻഡ് വൈറ്റാലിറ്റി ഓഫ് ഓർഗൻസ് ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ നെസസറി എമൗണ്ട്സ് ഓഫ് ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഒരു 2 പോയിന്റ്സ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, നെസസറി എമൗണ്ട്സ്. 2, ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. അത് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ല. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗങ്ങളും ഓർഗാനിക് ആണ്. അവയിൽ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇനോർഗാനിക് സാൽസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇനോർഗാനിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ അവ വേറൊരു രൂപത്തിൽ മറ്റു വസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ട്. അവ മറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് പ്രകൃതിയിൽ തന്നെ കാണുന്നുണ്ട്. വെള്ളത്തിലുണ്ട്, മറ്റ് സസ്യങ്ങളിലും ജാലങ്ങളിലുണ്ട്, പാറയിലോ പൊടിയിലോ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മൈക്രോ സബ്സ്റ്റൻസിനെ കുറിച്ച് ഇനോർഗാനിക് എന്ന് പറയുന്നത്. ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സംതിങ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ഓർഗാനിക്, ലൈഫ്. ജീവൻ ആയതിനു ശേഷം അവയുടെ പ്രോഡക്ട്സോ ബൈ പ്രോഡക്ട്സോ ടിഷ്യൂസിലുള്ള റിസർവ്സോ അല്ലെങ്കിൽ മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർഗാനിക് ആയിട്ട് വരുന്നു. ഇനോർഗാനിക് അങ്ങനെയല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സ്ട്രക്ചറും വൈറ്റാലിറ്റിയുമാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഘടനയും അതിന്റെ പ്രവർത്തനം, വൈറ്റാലിറ്റി, അതിന്റെ ശക്തികമായിട്ടുള്ള കാര്യങ്ങളും ഓഫ് ആൻ ഓർഗൻ, എന്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ വ്യവസ്ഥതയെ മൊത്തം ബാധിക്കുന്നത്, ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ഈ ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ് ഷൂസ്ലറുടെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. പിന്നെ എലിമെന്റ്സിന് ബോഡിയിൽ 50ഓളം എലിമെന്റ്സ് ശരീരത്തിലുണ്ട്. മനുഷ്യ ശരീരത്തിൽ 50ഓളം ഉണ്ട്. ഏതാണ്ട് 24ഓളം എണ്ണം നമുക്ക് പുസ്തകങ്ങളിൽ നോക്കിയാൽ കിട്ടും. ഒന്നിച്ച ഒരു പുസ്തകം തന്നെ, ഞാനൊരു ചെറിയ ബുക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ. അതിനകത്ത് ഞാൻ 24ഓളം എലിമെന്റ്സോ മലയാളത്തിൽ അതിന്റെ ആവശ്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമെങ്കിൽ പിന്നെ ദിവസം നമുക്ക് പറയാം. അപ്പൊ ആ എലിമെന്റ്സ് ഓരോന്നിന്റെയും ആവശ്യകതയും എന്തൊക്കെയാണ്, അവ ഇല്ലെങ്കിൽ വരുന്ന രോഗങ്ങളും എന്നൊക്കെ പറഞ്ഞു. ഈ ഷൂസ്ലർ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഡെഫിഷ്യൻസി ഡിസീസസ് എല്ലാം മൈന്യൂട്ടായിട്ടുള്ളവയെ കൊണ്ട് നികത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഹോമിയോപ്പതിയുമായി ചിന്തിച്ച് ആദ്യം ഹോമിയോപ്പതിയുമായിട്ട് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഹോമിയോപ്പതിയെ അദ്ദേഹം ഹെട്രോജിനസ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിലോട്ട് വന്നു. നാച്ചുറൽ വർക്ക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിലൊരു സെന്റൻസ് ഉണ്ട്: ഹോമോജീനസ് അഥവാ ഹെട്രോജീനസ് ആയിട്ടുള്ള സ്മാൾ അഗ്രഗേഷൻസ്, സ്മാൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ രോഗാവസ്ഥയിലും അരോഗാവസ്ഥയിലും ശരീരത്തിൽ പ്രവർത്തിതമായിരിക്കുന്ന ഈ ചെറിയ ഘടകങ്ങൾ ഒന്നുകിൽ ഹോമോജീനസ് ആയിരിക്കും, ഹെട്രോജീനസ് ആയിരിക്കും. ഹോമിയോപ്പതിക്കാരായ നമ്മള് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കാതെ ഒരു BSc പഠിച്ച അല്ലെങ്കിൽ MSc അറിയാന്നുള്ള ഒരാൾക്ക് ഹോമോജീനസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന? ഒരു മൊയൈറ്റി, ഒരു ജനറൽ ആയിട്ടുള്ള ആക്ഷൻ, ഒരു കോമൺ വ്യവസ്ഥയുള്ള ഒരു വസ്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിപ്പോ ഹോമോജീനസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനെ, അല്ലെങ്കിൽ ഹെട്രോജീനസിറ്റി എന്ന് പറയും. അപ്പോൾ ഹോമോജീനസിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ്.
ഹെട്രോജനസിറ്റി ഹോമിയോപ്പത്തിക് സബ്സ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ, പൾസാറ്റില്ലയിലുള്ള ആ ഒരു ഘടകം നമ്മൾ ഹോമോജനസ് ആണ്, പക്ഷെ അത് ഹെട്രോജനസ് ആണ്. ഹോമോജനസ് ആണ്, ബട്ട് ഹെട്രോജനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം സോഡിയം ക്ലോറൈഡ് ഇറ്റ്സ് എ ഹോമോജനസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള വിവിധ ഘടകങ്ങൾ, എന്നാൽ പോലും അതിന്റെ ആ ഒരു എൻറ്റിറ്റി അഥവാ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അന്നേ ഇത് ആര് കണ്ടിരുന്നു? ഈ ഷൂസലറും ഹനുമാനും ഒക്കെ ഇത് തന്നെയാണ് കണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പത്രത്തിലൊക്കെ പറഞ്ഞു കണ്ടു, ഒരു ഹോമിയോപ്പതിയുടെ ഏറ്റവും കൂടുതൽ മിനറൽസ് അല്ലെങ്കിൽ എലിമെന്റ്സിന്റെ വേവ്സ് തിയറിയാണ്. അതിനകത്ത് പാർട്ടിക്കിൾസ് വളരെ ഇങ്ങനെ വേവ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന അവയുടെ യൂണിറ്റി കണ്ടു. ഇലക്ട്രോ മാഗ്നറ്റിസം ഓരോ പൊട്ടൻഷ്യലും കണ്ടെത്തൊക്കെ പറഞ്ഞ് വാർത്ത കഴിഞ്ഞ വർഷത്തെ ഒരു ന്യൂസൊക്കെ കണ്ടു. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടു. പൾസാറ്റില്ലയുടേതും അല്ലെങ്കിൽ ഗോൾഡിന്റെയും എലിമെന്റ് ഫെറത്തിന്റെയും അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ അതിന്റെ വ്യത്യസ്തമായിട്ട് നോക്കി കാണാൻ പറ്റും. പൾസാറ്റില്ലയിൽ അങ്ങനെ ത്രൂ ഔട്ട് ഈ 10 ഹയർ പൊട്ടൻസീസിൽ പോകുമ്പോൾ എന്ത് യൂണിറ്റ് ആണ് അതിൽ കൺവേ ചെയ്ത് വരുന്നത്? അതിനെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളതെന്ന് എനിക്ക് കാണണം, താല്പര്യമുണ്ട്. ഞാനത് അവരോട് അവരുടെ ആ ഒരു ഇത് കുറച്ച് നാൾ കൂടെ വായിക്കണമെന്നുണ്ട്, വായിച്ചില്ല, അല്ലാതെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതാണ് പത്രത്തിന്റെ ഒരു കട്ടിങ് ഇങ്ങനെ എടുത്തിട്ട് അവർക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള വേവ്സിനെ എന്നാണ് ഞാനത് വായിച്ചത്. എനിക്ക് മനസ്സിലായത്, തെറ്റുണ്ടെങ്കിൽ അവർ ക്ഷമിക്കട്ടെ. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എലിമെന്റ്സിനെ കുറിച്ചാണ്. മേജർ എലിമെന്റ്സും മൈനർ എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് എല്ലാം പ്ലാന്റ്സിനായാലും അനിമൽസിലായാലും ഹ്യൂമൻ ബീയിങ്സിലും വേർതിരിച്ചിട്ടുണ്ട്. മേജർ എലിമെന്റ്സ് മിക്കവാറും എല്ലാം തന്നെ പ്ലാന്റ്സിനും അനിമൽസിനും എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. അപ്പം ഒരു എലിമെന്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എസെൻഷ്യൽ. എന്തുകൊണ്ടാണ് ഒരു എലിമെന്റിന് എസെൻഷ്യൽ എലിമെന്റ് ആണോ അല്ലെങ്കിൽ അത്യാവശ്യ മൂലകമാണോ എന്നൊക്കെ ആ വാക്കാണ് എസെൻഷ്യൽ എലിമെന്റ്സിന്റെ മലയാളം. അപ്പൊ എങ്ങനെ കാണുന്നത്, അൺലെസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ എ പ്ലാന്റ് ഓർ അനിമൽ ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് കംപ്ലീറ്റ് ദ വെജിറ്റേറ്റീവ് ഓർ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ജീവിത ചക്രത്തിൽ നമുക്ക് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള മറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റീസിനും ലൈഫിനും ഗ്രോത്തിനും ഒക്കെയും റീപ്രൊഡക്റ്റീവ് സ്റ്റേജിനും ഒക്കെ അത്യാവശ്യം വേണ്ടി വരുന്നതും അതില്ലാതെ ആ പ്രൊഡക്ഷന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ചെറിയ എലിമെന്റ്സിനെയാണ് മൈക്രോ ആയിട്ടുള്ള എലിമെന്റ്സിനെയാണ് മൈക്രോ എലിമെന്റ്സ് അഥവാ എസെൻഷ്യൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്. എലിമെന്റ് ഇസ് നോട്ട് കൺസിഡേർഡ് അൺലെസ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ആൻ എസെൻഷ്യൽ എലിമെന്റ് എന്നാണ്. നെക്സ്റ്റ്, ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഡിഫറെന്റ് സ്പീഷീസ് വേരി ഗ്രേറ്റ്ലി ഇൻ ദയർ റിക്വയർമെന്റ് ഫോർ എ ഗിവൺ മൈക്രോ ന്യൂട്രിയൻറ്റ്. എല്ലാ എലിമെന്റും എല്ലാ ഇതിനും മിക്കവാറും ന്യൂട്രിയൻസിനൊക്കെ വേണം. പക്ഷേ ഓരോ മൈക്രോ ഓർഗാനിസവും മൈക്രോ ഓർഗാനിസം മുതൽ മാക്രോ ഓർഗാനിസംസിലേക്ക് എലിഫൻസ്, ഹ്യൂമൻ ബീയിങ്സ് എല്ലാം തന്നെ മൈക്രോ ന്യൂട്രിയൻസിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ തോത്, അതായത് വളരെ ചെറിയ രീതിയിലുള്ള അവയുടെ ആപ്ലിക്കബിലിറ്റി ഏത് പോർഷനിലാണോ അവയ്ക്ക് നീഡ് എന്നുള്ളത് ഓരോന്നിനെയും ഓരോ സ്പീഷീസിനെയും ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആണ്, ഓരോന്നിനും വ്യത്യസ്തമാണ്. ഓരോ സ്പീഷീസ് വേരിയേഷൻ ഉണ്ട് ഇതിന്റെ റിക്വയർമെന്റിന്. ഈ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്രം എയർ ആൻഡ് വാട്ടർ കിട്ടുന്നുണ്ട്. ആർക്കാ? നമ്മുടെ ഈ പ്ലാന്റ്സിനായിരുന്നാലും ഹ്യൂമൻ ബീങ്സിനും കാർബണും ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നുണ്ട്. അത് കാർബൺ മറ്റേ സ്റ്റാർച്ചിന്റെ പോർഷനിലും ഹൈഡ്രജൻ വാട്ടറിന്റെ രൂപത്തിലും ഓക്സിജൻ എയറിന്റെ രൂപത്തിലും ആണ് വളരെ കൂടുതലായിട്ട് നമ്മുടെ മേജർ എലിമെന്റ്സ് ആയിട്ട് ഹ്യൂമൻ ബീങ്സിന് വരുന്നത്. അനിമൽസിനും പ്ലാന്റ്സിനും അതുപോലെ തന്നെ മേജർ എലിമെന്റ്സ് ഉണ്ട്. ഇത് തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, മെഗ്നീഷ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ്സിന്റെയും മേജർ എലിമെന്റ്സ്. ഇതിന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ വരുന്ന അതാണ് മെഗ്നീഷ്യം, സൾഫർ, ബോറോൺ, ക്ലോറിൻ, കുപ്രം അഥവാ കോപ്പർ, അയൺ, മാംഗനീസ്, മൊളിബ്ഡിനം, നിക്കൽ ആൻഡ് സിങ്ക്. ഈ മൊളിബ്ഡിനം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. ഇത്രയും എലിമെന്റ്സ് ആണ് സാധാരണ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനി മേജർ എലിമെന്റ്സ് ഫോർ അനിമൽസ് സ്പെഷ്യലി പറയുകയാണ്, ഹ്യൂമൻ ബീയിങ്സിന്റെ നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ തന്നെയാണ്. ഈ സൾഫർ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ്സിനെ അത്ര ഇല്ല. ആ പ്ലാന്റ്സിനെ വളരെ മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം, അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം സൾഫർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോസ്ഫറസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൾഫർ പ്രോട്ടീനുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓരോ പ്രോട്ടീൻ മോളിക്യൂളും ഓരോ സൾഫറുമായി ബൈൻഡ് ചെയ്താണ് വരുന്നത്. അമിനോ ആസിഡ്സ് എല്ലാം സൾഫർ ബൈൻഡിങ് മോളിക്യൂൾസ് ആണ്. Sulfur is a very important factor in regarding proteins of human beings, amino acids of protein. That is the building blocks of animals. നമ്മുടെ ശരീരത്തിന്റെ കലകളിലെ ബ്ലോക്കുകൾ, നിർമ്മാണ ഭാഗത്തിന്റെ ചെറിയ ഭാഗങ്ങളാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമിനോ ആസിഡ്സ് റൈബോസോംസ് ആയിരുന്നാലും DNA ആയിരുന്നാലും, റൈബോസോംസ് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ RNA തന്നെ നമുക്ക് അറിയാം, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. RRNA, mRNA, tRNA
ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നതാണ്. ഓരോ മെസ്സേജും ഇങ്ങനെ പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ഓരോ മോളിക്യൂൾസിലും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ സിന്തസിസ് മെസ്സേജ് മാത്രം ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ RNA. mRNA എന്ന് മെസ്സേഞ്ചർ RNA എന്നാണ്, മെസ്സേജ് കൊടുക്കുന്നു. ഇനി rRNA എന്ന് വെച്ചാൽ സാധാരണ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് പോകുന്നു. അതാണ് ഈ RNA വിഭാഗത്തിൽ തന്നെ ഇത്രയും 4 വിഭാഗമുണ്ട്. ഈ RNA എന്ന് പറയുന്നത് തന്നെ DNA ഒരു സ്ട്രാൻഡ് മാത്രമാണ്. ഇപ്പൊ 2 സ്ട്രാൻഡ് ആയിരിക്കുന്ന DNA-യിൽ നിന്ന് ഒരു സ്ട്രാൻഡ് മാത്രം വേർതിരിഞ്ഞ് സിംഗിൾ ആയിട്ടാണ് RNA സിന്തസിസ് തന്നെ നടക്കുന്നത്. അങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജ് ജീൻസ് വഴി കൺവേ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെപ്ലിക്കേഷനിൽ എല്ലാം തന്നെ എന്ത് വേണ്ടി വരുന്നു? ഈ സാധനങ്ങളെല്ലാം വേണം. ഈ മൊളിബ്ഡിനം, ഈ കാൽഷ്യം, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം എല്ലാം വേണം. അവയിൽ ഫോസ്ഫേറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സൾഫേറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും ഇവയുടെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അതാണ് ഇന്ററാക്ഷനിൽ ഞാൻ ഇവിടെ എടുത്ത് ഉദ്ദേശിക്കുന്നത്, പറയാൻ വരുന്നത്. അപ്പോൾ സൾഫർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം സൾഫർ ഇസ് ദ കിങ് ഓഫ് ആന്റി സോറിങ്. സോറ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു എലിമെന്റ് ആണ് സൾഫർ. സൾഫർ പ്രകൃതിയിൽ കുറച്ചായിട്ട് സ്റ്റേജിൽ പ്രകൃതിയിൽ മലകളിൽ പോലെ ചെറു ഭാഗങ്ങളിലെല്ലാം കുറച്ച് കാണുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ സൾഫർ മറ്റു കോമ്പൗണ്ട്സുമായിട്ട് ചേർന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട് കാണുന്നില്ല. സ്വതന്ത്രമായിട്ട് കാണുന്നത് ഗോൾഡ് മാത്രമാണെന്ന് നമുക്കറിയാം. മറ്റെല്ലാ എലമെന്റ്സും കോമ്പൈൻഡ് ആയിട്ടാണ് കാണുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം അയൺ, സിങ്ക്, അയഡിൻ, കോപ്പർ, മാംഗനീസ്, സെലീനിയം, മൊളിബ്ഡിനം ആൻഡ് കോബാൾട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം. അയഡിൻ നമ്മുടെ തൈറോയിഡിന്റെ അതുപോലുള്ള ഗ്ലാൻഡുലർ സെക്രേഷനും ഗ്രോത്തിനെയും വളരെ ബാധിക്കുന്ന, ബ്രെയിനിനെ ഗ്രോത്തിനെല്ലാം ഇമ്പോർട്ടൻ്റ്. ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതാണ് അയഡിൻ. അയണിനെ കുറിച്ച് അറിയാം. അയൺ മസിൽസിലും ബ്ലഡിലും കണ്ടമാനമുണ്ട്. സിങ്ക് അതുപോലെ മെറ്റബോളിസവും വെജിറ്റേറ്റീവ്സ് നമ്മുടെ റീപ്രൊഡക്ഷനെയും ഒക്കെ സഹായിക്കുന്നതിന് സിങ്ക് സഹായിക്കുന്നു. ഗ്രോത്തിനെ വളരെയേറെ സഹായിക്കുന്നു. മെമ്മറി, നമ്മുടെ ബ്രെയിൻ മെമ്മറിയൊക്കെ സിങ്കിനെ ബാധിക്കുന്നു. ഈ മാംഗനീസ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അയൺ ബോഡിയിൽ നിന്ന് ഫെറിറ്റിൻ, അപ്പഫെറിറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ നമുക്കറിയാം. അയണെ അബ്സോർബ് ചെയ്യണമെങ്കിൽ കോപ്പർ വേണം. കോപ്പർ ഉണ്ടെങ്കിൽ അയൺ അബ്സോർബ് ചെയ്യുള്ളൂ. കോപ്പർ മാത്രമല്ല, കാൽസ്യം വേണം. നല്ല കാൽസ്യം ഉണ്ടെങ്കിൽ അയൺ അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി എന്തും കൂടി വേണം, ചെറിയൊരളവ് മാംഗനീസും വേണം. അപ്പോൾ ഒരു അയണിന്റെ മെറ്റബോളിസത്തിൽ എന്തൊക്കെ വേണം? മാംഗനീസ്, കോപ്പർ, അയൺ, പിന്നെ ഈ അയൺ തന്നെ പ്രോപ്പറായിട്ട് വേണം. അയൺ ഫെറിക് ആയിട്ടുള്ള ഫെറിക് സൾഫൈഡ് ആയിട്ടാണ് മാറ്റുന്നത്. ഫെറസ് സൾഫേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നെങ്കിലും ഫെറിക് സൾഫൈഡ് ആയിട്ട് ഇന്ധനത്തിൽ വെച്ച് അത് അബ്സോർബ് ചെയ്ത് ഇങ്ങനെയുള്ള ചേഞ്ചസ് വന്നതിന് ശേഷം മാത്രമാണ് ബ്ലഡിലേക്ക് അത് പോകുന്നത്. ലിവറിൽ വെച്ച് മെറ്റബോളിസം വഴി സ്പ്ലീനിൽ വെച്ചും ഒക്കെ ചേഞ്ചസ് വരുന്നത്. ഇപ്പോൾ മൊളിബ്ഡിനും അതേപോലെയാണ്. ഈ കൊബാൾട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് CO. നമ്മള് കൊബാൾട്ട് ഇന്ന് മറന്നുപോയതാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും വേണ്ട ഒന്നാണ്. ഇപ്പൊ എല്ലാം ഈ ബയോകെമിക്സോ അല്ലെങ്കിൽ വൈറ്റമിൻസോ വാങ്ങുമ്പോൾ അതിൽ സൈഡിൽ എല്ലാം ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സിങ്ക് വിത്ത് കോബാൾട്ട് എന്ന് എഴുതി വെച്ചിരിക്കും. എന്തിനാണ്? ഈ ഡയബറ്റിക് പേഷ്യൻസിന് കൊബാൾട്ട് ഇന്ന് വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാര്യം, ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിന് ശരിക്കും ബീറ്റാ സെൽസിൽ ഈ കൊബാൾട്ട് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ആണ് ഇൻസുലിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു എലമെന്റ്. അപ്പോൾ പാൻക്രിയാസിനെ സംബന്ധിച്ചിടത്തോളം കൊബാൾട്ടാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് കൊബാൾട്ടിന് ഇത്രയും പ്രാധാന്യം. കൊബാൾട്ട് വളരെ മൈക്രോ ആയിട്ടാണ്. പിന്നീട് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ എമൗണ്ട് ഒക്കെ ചേർത്തുകൊണ്ടൊരു ക്ലാസ് ഞാൻ പിന്നെ പറയും. ഇപ്പൊ ഞാൻ ഈ ഇന്ററാക്ഷൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയി പോയതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് പറയുകയാണ്. ഇനി എസൻഷ്യൽ എലിമെന്റ്സിന് വേറെ ഒരു കാറ്റഗറി ഉണ്ട്, സെക്ഷൻ ഉണ്ട്. അതായത് എസൻഷ്യല്, പ്രോബബിളി എസൻഷ്യല്, ടോക്സിക് ആൻഡ് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ്. ഈ എസൻഷ്യൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും ഡെഫിഷ്യൻസി സ്റ്റേജ് വരും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഓഫ് ദ മെറ്റബോളിസം ഡിലേ ആവും. കംപ്ലീറ്റ് ബോഡി ആ ഒരു ബ്ലോക്ക് ആവും. അത് ക്രമേണ വളരെ വലിയ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കും. അതാണ് എസൻഷ്യൽ എലിമെന്റ്സിന്റെ പ്രത്യേകിച്ച്. ഈ പ്രോബബിളി എസൻഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എസൻഷ്യൽ ആണ്. അവ മറ്റു എന്തിൻ്റെങ്കിലും കൂടെ ഇന്ററാക്ഷൻ വഴി ഒരുപക്ഷെ നിന്നോളും. ഇപ്പൊ സെലീനിയം എന്ന് പറയുന്ന മെറ്റലുണ്ട്. അത് വൈറ്റമിൻ ഇയുടെ ഒരു ഇതായിട്ടാണ്. വൈറ്റമിൻ ഇയും മതി തൽക്കാലം. സെലീനിയത്തിന് പകരം അങ്ങനെ വൈറ്റമിൻ ഇ, അങ്ങനെ പരസ്പരം ഒരു ചെറിയ ബന്ധം ഉള്ളതാണ്. ഇപ്പൊ ഈ മൊളിബ്ഡിനം എന്ന് പറയുന്നത് സാന്തീൻ ഓഫ് ലിവർ ആൻഡ് ഇന്റസ്റ്റൈനിലുള്ള സാന്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ സെക്രീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ലിവറിന്റെ സെക്രീഷൻ, അതിനുവേണ്ടി ഈ മൊളിബ്ഡിനം ആവശ്യമാണ്. അതാണ് പ്രോബബിളി എസൻഷ്യൽ ഫോർ ഡെന്റൽ കാരീസ് ബട്ട് നോ അഫക്ട് ഓർഗാനിസം ബേരിയം സെലീനിയം. ഇപ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ, പല്ല് ദ്രവിച്ചു പോകുന്നതിന് ഫ്ലൂറിൻ സഹായിക്കും. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ഫ്ലൂറിൻ ഇല്ലാന്ന് വെച്ചുകൊണ്ട് ഓൾ ബോഡിയെ മൊത്തമായിട്ടും അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എലിമെന്റ്സിനെയാണ്. അവയ്ക്ക് പ്രത്യേക ടാർഗറ്റ് ഉണ്ട്. അവയ്ക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ. അവ ബേരിയവും സെലീനിയവും സ്ട്രോൺഷ്യവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ടാർഗറ്റ് മാത്രം ഉള്ള ചെറിയ ആക്ഷനുകൾ പ്രോബബിളി എസൻഷ്യൽ എന്ന് പറയുന്നത്. ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എലിമെന്റ്സ് ഒരിക്കലും ബോഡിയിൽ പാടില്ല. ഇത് എക്സസ് ആവാനും പാടില്ല. മിക്കവാറും ബിക്കം വെരി ഈസിലി ടോക്സിക്. അതിലൊന്നാണ് ഫ്ലൂറിനാണ്. എക്സസ് ഒരിക്കലും പാടില്ല. സെലീനിയം അതുപോലെ തന്നെ ഒട്ടും തന്നെ പാടില്ല. മൊളിബ്ഡിനം, കോപ്പർ ആൻഡ് സിങ്ക്.
ഇതെല്ലാം വളരെ എസെൻഷ്യൽ ആയിട്ടും മൈക്രോ പോയിന്റ്സ് എമൗണ്ട്സ് മാത്രമേ നമുക്ക് അബ്സോർബേഷൻ ഉള്ള സൗകര്യമുള്ളൂ. അപ്പോൾ അധികം കൂടി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടോക്സിക് ആവുന്നതാണ് എക്സെസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിസിയോളജിക്കലി ഇൻആക്റ്റീവ്? ചില എലിമെന്റ്സ് ബോഡിയിലുണ്ട്, പക്ഷെ അവ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഈ ഫിസിയോളജിക്കൽ ആക്ഷൻ എന്ന് ഇതുവരെയും കണ്ടു നോക്കിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്ഷൻ ഇല്ലതാണ്. അപ്പോൾ ഈ ആക്ഷൻ ഇല്ലാതെ തന്നെ ഈ എലിമെന്റ്സ് ബോഡിയിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അത് ചില ഓർഗാനിസത്തിലും അവ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണം, റുബീഡിയം ഫീറ്റൽ ടിഷ്യൂ ആൻഡ് മിൽക്ക്. നമ്മുടെ ഫീറ്റൽ ടിഷ്യൂവിലും മിൽക്കിലും റുബീഡിയം എന്ന് പറയുന്ന എലിമെന്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതെന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ശരിക്കും പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല തന്നെ. അപ്പൊ ഈ RBCയിലും അതുപോലെ കോപ്പർ ഈ റുബീഡിയം കാണുന്നുണ്ട്. RBCയിൽ സിലിസിക് ആസിഡ്, സിലിക്കയും യഥാർത്ഥത്തിൽ ആക്ഷൻ എന്താണെന്ന് ഇതുവരെ ഇല്ല. അത് ഫിസിയോളജിക്കലി ഇൻആക്റ്റീവ് ആണ്. ഫിസിയോളജിക്കലി അതിനൊരു ആക്ഷനും ഇല്ല, പക്ഷെ അത് പ്രസന്റ് ആണ്. ഇനി കോപ്പർ ഇൻ സ്നെയിൽ ഓഫ് ബ്ലഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലഡിന്റെ സ്നെയിലിന്റെ ബ്ലഡിൽ കോപ്പർ ഉണ്ട്. ഒരു നീല കളറിലുള്ള ബ്ലഡുള്ള സ്നെയിൽസ് കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ നീല കളറിന്റെ കാലം കോപ്പറിന്റെ ഒരു സയാനിൻ എന്ന് പറയുന്ന ഒരു ചെറിയ കളറാണ്. സിങ്ക് മുളസ്കയിലും സീ സ്ക്വാറ്റ്സിലും കാണുന്നത് സിങ്ക് ഉണ്ട്. കോപ്പർ ആൻഡ് ഫെദർ സർട്ടൺ വേർഡ്സ്, അതായത് ചില പക്ഷികളുടെ ചിറകില് ഈ കോപ്പർ അധികമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഇൻആക്റ്റീവ് ആണ്, പക്ഷെ അവയ്ക്കൊന്നും യഥാർത്ഥത്തിലുള്ള ആക്ഷൻ ഇല്ല. What is the function of these microelements? The element is directly involved in the nutrition of the plant or animal, quite apart from its possible effect in correcting some unfavorable microbiological or chemical condition of the external medium. ഇത് പുറമേ ഉള്ളതിൽ നിന്ന് വരുന്ന അനേക കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഇന്റേണലായിട്ട് വരുന്ന മെറ്റബോളിക് പ്രോസസ്സിലും ഈ എലിമെന്റ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. ന്യൂട്രീഷനിലും അതാണ് ന്യൂട്രീഷനിലും അതുപോലെ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റിയിലും ഇത് വളരെ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ എലിമെന്റ്സ് വർക്ക് ചെയ്യുന്നതാണ്? ഇപ്പം ഈ മിക്കവാറും ഈ എലിമെന്റ്സ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് കാറ്റലിസ്റ്റ് ആയിട്ടാണെന്ന് ഷൂസറുടെ പുസ്തകങ്ങളിൽ തന്നെ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷൂസറുടെ ആ ഒരു ഇതിൽ തന്നെ ഈ വർഷങ്ങളിൽ ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം 17ാം നൂറ്റാണ്ട് കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൈക്രോ എലിമെന്റ്സ് ആർ കാറ്റലിസ്റ്റ് എന്നാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾപ്രേരകങ്ങൾ എന്നാണ് മലയാളം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ ഉത്തേജിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെയാണ് ഉൾപ്രേരകങ്ങൾ എന്ന് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ കൂട്ടും. അവ കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പൊ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അപ്പൊ നമുക്കിപ്പോൾ ഒരു സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു മെറ്റബോളിക് പാത്വേയിൽ അനേകം സൈക്കിൾസ് ഇൻ ഫിസിയോളജിയിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നില് ഒരു സ്റ്റെപ്പിന് എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ വന്നാൽ, ഇപ്പം എംബ്രിയോയുടെ സ്റ്റേജിലായിരുന്നാലും ശരി, ഗ്രോത്തിന്റെ സ്റ്റേജിലായിരുന്നാലും ശരി, അവയുടെ മൈക്രോ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോഡക്ട്സിൽ ഒരു എലിമെന്റിൽ ഒരു വ്യത്യാസം വന്നാൽ അത് മുഴുവനും മാറിപ്പോകും. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഡീകോഡ് ആയി പോകും. അതിന് കോഡിങ് ഡിഫക്റ്റ് ആകും. അപ്പൊ ജനിക്കുന്ന കുട്ടിയെ നമ്മൾ ജനിച്ചാൽ പോലും ജനിച്ചതിന് ശേഷമായിരിക്കും അറിയുന്നത്. അപ്പൊ ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള കോസാങ്കുലസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഈ മുലയൂട്ടാൻ പറ്റാതായിപ്പോയി. കുട്ടിക്ക് പാല് കൊടുക്കുവാനേ പറ്റില്ല. പാല് കൊടുത്താൽ ആ പാല് ഡയറക്റ്റ് ആയിട്ട് അമോണിയ ആയിട്ട് കൺവെർട്ട് ചെയ്ത് ബ്ലഡ് മുഴുവൻ അമോണിയായി. ദിവസങ്ങൾ ഒരുമാതിരി 2-3 ദിവസം മാത്രമേ ആ കുഞ്ഞ് ജീവിച്ചുള്ളൂ. അപ്പോൾ അവിടെ എത്രമാത്രം നമുക്ക് ഒരു മരുന്നും കൊടുക്കാനില്ല. ബയോട്ടിന് അതൊക്കെ ഇത് മറ്റു മെഡിസിൻസ് കൊടുത്ത് കുറച്ച് സൈസിൽ വെച്ചത് ഇല്ലാതായിപ്പോയി. കാരണം അതിന് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു 7 ദിവസമെങ്കിലും അതിന് ഫുഡ് കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അതിന് സീറം മാത്രം കൊടുക്കാൻ ശരിയാവില്ല. സീറം മാത്രം ഇങ്ങനെ കുറച്ച് ദിവസം അപ്ലൈ ചെയ്ത് പ്ലേറ്റ്ലെറ്റ്സും അതും ഇതൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ടും ആ കുട്ടിക്ക് പോകാൻ പറ്റില്ല. കാര്യം ദഹിക്കാറില്ല. മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. അതിന്റെ ആ ഒരു ചെറിയ പോർഷൻ മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു എലിമെന്റ് അത് അതിന്റെ ജീനിൽ ഇല്ലാതായി. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ഘടകങ്ങളാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉദ്ദേശിക്കുന്നത്. ഇനി മൈക്രോ എലിമെന്റ്സ് ഫോർ ആനിമൽസ് ഇൻക്ലൂഡിംഗ് മാനിലെ ഞാൻ നേരത്തെ പറഞ്ഞു, മിനറൽസിലെ അയൺ ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെയാണ് സഹായിക്കുന്നത്. സിങ്ക് ഇമ്മ്യൂൺ ഫംഗ്ഷനും വൂണ്ട് ഹീലിങ്ങിനും പ്രോട്ടീൻ സിന്തസിനും ഉണ്ട്. കാൽഷ്യം ബോൺ ഹെൽത്ത് മസിൽസ് ഫംഗ്ഷൻ, അയഡിൻ തൈറോയ്ഡ് ഫംഗ്ഷൻ, മറ്റ് ഗ്ലാൻസിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് അയഡിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ്. അതർ എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻസിലെ കോപ്പർ കണക്റ്റീവ് ടിഷ്യൂ ഹെൽത്ത്, സെലീനിയം ആന്റി ഓക്സിഡന്റ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ, മാംഗനീസ് ബോൺ ടീത്ത് മെറ്റബോളിസം. ഇതല്ലേ മാംഗനീസ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാലേ, ഇന്ന് നമ്മൾ ആരും പറഞ്ഞു കേട്ടില്ല. മെഗ്നീഷ്യം ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി പലതും ചെയ്യും. പക്ഷെ മാംഗനീസ് എങ്ങനെ കിട്ടും? ഈ മാങ്ങ എന്ന് പറയുന്നതിന് പേരുണ്ടായത് മാംഗനീസ് കൊണ്ടാണ്. മങ്കാനം എന്ന് പറയുന്നത്. മാങ്ങയിൽ ധാരാളമായിട്ട് മാംഗനീസ് ഉണ്ട്. അതും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് ഞാൻ പറയുന്നത്, ഏത് ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് മാംഗനീസ് ഉണ്ട്, ഏത് ഫ്രൂട്ട്സിൽ കൂടുതൽ മെഗ്നീഷ്യം ഉണ്ട്, ഏതിനാണ് കൂടുതൽ കാൽഷ്യം ഉള്ളത്, സിങ്ക് ഏതിൽ കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പച്ചക്കറികളിലെല്ലാം ഇപ്പൊ മെഗ്നീഷ്യം ഒക്കെ ധാരാളം ഉണ്ടായിരിക്കും. മാംഗനീസ് മാങ്ങയിൽ ധാരാളം ഉണ്ട്. ഇപ്പൊ തേങ്ങ നമ്മൾ ധാരാളം കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങ. അതിലെന്താണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്? കോപ്പറാണ്.
ഈ കോപ്പറാണ് ഇമ്മ്യൂണൈസ് ചെയ്യുന്നതിനും ഈ ബോഡിയെ എണ്ണ തേക്കുന്നതുകൊണ്ട് ഹെൽത്തി ആക്കി വെക്കുന്നതും നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കുന്നതും നമ്മുടെ ഇന്റേണൽ എനർജിയെ സംരക്ഷിക്കുന്ന എല്ലാം നമ്മുടെ ഈ കോക്കനട്ട് ഓയിലാണ്. അതിലുള്ള എന്താണ് ഘടകം? ഇപ്പൊ കോക്കനട്ട് ഓയിൽ മാത്രം ട്രീറ്റ്മെന്റ് ഫോർ ക്യാൻസർ ആസ് അഗൻസ്റ്റ് ദിസ് കീമോതെറാപ്പി കോളം കൂടുതലായിട്ട് സപ്പോർട്ടീവായിട്ട് വെളിച്ചെണ്ണ മാത്രം 2 നേരം കഴിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ അപേക്ഷിച്ച് ഞാൻ കണ്ടു. ഒരുപാട് പേര് അത് ഉപയോഗിക്കും. എന്താണ് അതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പൈപ്പും വാട്ടർ സപ്ലൈയും പാത്രങ്ങൾ പാചകം ചെയ്യുന്നതിനും വലിയ എല്ലാം പാത്രങ്ങൾ മെറ്റൽസ് മറ്റേ ചെമ്പും അലൂമിനിയം ഇല്ല, അലൂമിനിയം ഗോൾഡ് ഒന്നും പറ്റാത്തതുകൊണ്ടും ആണ്. എന്നാലും കോപ്പറാണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ രോഗങ്ങളില്ല. ഈ കോപ്പറിന്റെ ക്ലാവ് പിടിക്കാതിരിക്കാൻ ലെഡാണ് പൂശുന്നത്. എന്നാൽ പോലും അത് നമുക്ക് വെളുത്തിയും അങ്ങനെ ഒരു വലിയ ഉപദ്രവകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന രീതിയിലല്ല പൂശിക്കൊണ്ടിരുന്നത്. ഈ കോപ്പർ ഉപയോഗിച്ചിരുന്ന കാലത്ത് ആൾക്കാർക്ക് പൊതുവെ ഹെൽത്ത് കൂടുതലായിരുന്നു. എന്താണ് ഈ കോപ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? കോപ്പർ ഒരു ആന്റി മൈക്രോബിയൽ ആക്ഷനുള്ള മെറ്റലാണ്. ആന്റി മൈക്രോബിയൽ ആക്ഷനുള്ള ഒരു നല്ല മെറ്റലാണ് കോപ്പർ. അപ്പൊ അതിലൂടെ പൈപ്പിലൂടെ വെള്ളം ഒഴുകി വരുന്ന നല്ല വെള്ളം ഒരിക്കലും ചീത്തയാവില്ല. ആ പൈപ്പ് ടാപ്പ് മൈക്രോ ആയിട്ടുള്ള പല എലിമെന്റ്സും പണ്ട് ഉപയോഗിച്ചത് ഈ സർജറി വാർഡിലെല്ലാം ചെമ്പിന്റെ സാധനങ്ങളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഈ നമുക്ക് സർജറി ഓപ്പറേഷൻ പഴയ തിയേറ്ററിൽ ആദ്യം കാണണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഹോമിയോപ്പതി ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വായിക്കണം. അലോപ്പതി അല്ല, പഴയ അമേരിക്കൻ ഹോമിയോപ്പതിയുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും, ലൈബ്രറിയിലൊക്കെ കിട്ടും. നമ്മുടെ ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ലൈബ്രറിയിൽ നിന്നാണ് ഞാനത് വായിക്കാനിടയായത്. അത് ഗ്രേസ് അല്ല, ഈ ഗെറൻസി പോലുള്ളവരുടെ അവരുടെയൊക്കെ ഹെമറോയിഡ്സിന് കൂടുതൽ പ്രാക്ടീസ് ഉണ്ടായിരുന്ന ഡോക്ടറാണ്. അവരൊക്കെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തിരുന്നു ആ കാലത്ത്. ഗെറൻസിയുടെ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഞാൻ വായിച്ചു. അതിലെ യൂട്ടൻസിൽസ് ഫോർ ദ ഒബ്സ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്തിരിക്കുന്നതിനേക്കാൾ എത്രയോ വിവരസ്ഥമായിട്ട് അവരെ ഒബ്സ്ട്രിക്ഷൻ കൈകാര്യം ചെയ്തിരുന്നു. അന്ന് വെറും ചില കാര്യങ്ങളൊക്കെ അവർ ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നിരിക്കാം. എന്നാലും അവരുടെ യൂട്ടൻസിൽസ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ലിവറിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. അറബിക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പലതും ഇങ്ങോട്ട് കൺവേ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എന്നാലും അറേബ്യൻ നാടുകളിലെ ലിവർ ഹാർട്ടിന്റെ ഒരു സർക്കുലേഷൻ പോലെ ലിവർ സർക്കുലേഷൻ തന്നെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അതായത് അത് ഒരു ഡോക്ടറുടെ പേര് ഞാനിപ്പോ അടുത്ത കാലത്ത് പറഞ്ഞു, ആ ഡോക്ടറുടെ പേര് ഞാൻ തന്നെ പറഞ്ഞു. എന്റെ ക്ലിനിക്കിന്റെ പേരിടണമെന്ന് വെച്ചു, ഞാൻ വേണ്ടെന്ന് വെച്ചു. കാര്യം ഇവിടെ ഇല്ലാത്ത ഒരു ഡോക്ടറാണ് അദ്ദേഹം. അവിടുത്തെ ആൽക്കമിയാണ്. നമ്മുടെ അറബി നാട്ടിലെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ് അദ്ദേഹം. ലിവറിനെ കുറിച്ച് ഒരു വലിയ ഇത് പറഞ്ഞു. ഹാർട്ടിന്റെ സർക്കുലേഷൻ പോലെ ലിവറിനെ കുറിച്ചുള്ള വലിയൊരു സ്റ്റഡി തന്നെ നടത്തുന്നുണ്ട്. ലിവർ വാട്ടർ സർക്കുലേഷൻ മാത്രം വെച്ചുകൊണ്ട് എത്ര റെമഡീസ് ആണ് നമുക്കുള്ളത്, നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് സൈഡ് ഉള്ളതാണ്. ഇത് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് ഒരുപാട് വഴികളുണ്ട്, അനേകം മെഡിസിൻസും ഉണ്ട്. നമ്മളിപ്പോൾ ലിവറിന്റെ റെമഡീസ് മാത്രം വെച്ചുകൊണ്ട് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്താലും ആ ഓൾ ഓഫ് ദ റെമഡീസ് ഓൾ ഓഫ് ദ ഡിസീസസ് ക്യാൻ ബി എലിമിനേറ്റഡ് ഫ്രം ദ സിസ്റ്റം എന്നാണ്. അപ്പൊ ലിവറിന്റെ സൈഡിലൂടെ മാത്രം പോയാൽ മതി. ഇപ്പൊ സെപ്പിയ ഒരു ലിവർ റെമഡിയാണ്. വെലിയസ് ആയിട്ടുള്ള റെമഡീസ്, ബ്രയോണിയ ഇതുപോലുള്ള റെമഡീസിനെ എക്സ്ട്രാമിക്കുക, അങ്ങനെയുള്ള കണക്റ്റീവ് ആയിട്ടുള്ള ഫോളോ അപ്പ് റെമഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ റെമഡി എടുത്തു അതിനെ ഫോളോ ചെയ്യുന്ന റെമഡി കൂടെ കൊടുക്കുന്നുണ്ട്, ആർക്കും ഒരു ദോഷമില്ല. അതേപോലെ തന്നെ അതിനെ കൺവേ ചെയ്തതിന് കോംപ്ലിമെന്ററി ഇല്ലാതെ എങ്ങനെ കംപ്ലീറ്റ് ആവും, അതെങ്ങനെ ആന്റിഡോട്ട് ഇത് കളയാതെ എങ്ങനെ ആ കേസ് കംപ്ലീറ്റ് ആവും, ഇതെല്ലാം വേണ്ടതാണ്. ഒരു കേസ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും മിനിമം ലാസ്റ്റ് അത് ആന്റിഡോട്ട് ചെയ്യേണ്ടി തന്നെ വരും. അങ്ങനെയൊക്കെ തന്നെ വരും. കേസ് അങ്ങനെ അല്ലാതെ ഒരു കേസ് ഇങ്ങനെ ഒരു ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു, മറ്റെല്ലാ സിസ്റ്റത്തിലും ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡിസീസിന് വരുന്ന ആദ്യം വരുന്നത് എന്താണ്, രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് വരും, മൂന്നാമത്തെ സ്റ്റേജ് എങ്ങനെയാണ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ഓരോ ലെവലിലും എന്തൊക്കെ ചെയ്യണം, ആ സ്റ്റെപ്പ് വൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ആ പേഷ്യന്റ് എന്താണ് വേണ്ടത്, ക്യൂർ. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായി പോയി. നമുക്ക് ഈ മരുന്ന് മതി, ഒരു മരുന്ന് കൊടുത്തിട്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ആട്ടോ റിയാങ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള ഉറപ്പാണ്. അതിന് 60 ദിവസം 70 ദിവസം നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ ട്രാഫിക് ജാം ഇല്ലാതെ ട്രാഫിക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് അടിച്ചു വിടും. വണ്ടി നേരെ തിരിച്ചു പോയി സ്റ്റാൻഡിൽ നിൽക്കും. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ നിർത്തുന്നത് വരെ അവരിങ്ങനെ ഓരോ സഫർ ചെയ്തിരിക്കും. ട്രീറ്റ്മെന്റ് അറിയാന്നുള്ളതാണെങ്കിൽ അവിടുന്ന് താഴോട്ട് ഓരോ ലെവലിലും കൊടുക്കും. അതാണ് നമ്മുടെ വ്യത്യാസം. അവർ മുന്നോട്ട് കാണും, നമ്മൾ പിന്നോട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസം. അപ്പൊ ഈ കോപ്പർ മാഗ്നീഷ്യം ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ചെറിയ ചില കാര്യങ്ങൾ ലിവർ മെറ്റബോളിസം ഒക്കെ എടുത്ത് വായിക്കണം, ശരിക്കും നമ്മൾ അറിയേണ്ടതാണ്. ഇനി പ്ലാന്റ്സിന്റെ എലിമെന്റ്സിൽ ഏറ്റവും പ്രധാനം ബോറോൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രീറ്റ്മെന്റ് സൈഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ബോറോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഗ്രോത്തിന്റെ എൻഡിനും ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്ലാന്റ്സിന്റെ ബോറോൺ വളരെ പ്രധാനമാണ്. കോപ്പറും അതുപോലെ തന്നെ, അയണും അതുപോലെ തന്നെ, മാംഗനീസും അതുപോലെ, മൊളിബ്ഡിനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ്, സിങ്ക്. ഇത് ഇത്രയും മണ്ണിൽ മസ്റ്റായിട്ട് പോലും ഉണ്ടായിരിക്കണം. ഇവയുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്
ഇപ്പോൾ ഓരോ എലിമെന്റിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ററാക്റ്റീവ് സംഭവമാണ്. അതായത് ഇത് ഇടയ്ക്ക് വൈറ്റമിൻസ് കൂടെ എന്ന് പറഞ്ഞോട്ടെ, വൈറ്റമിൻ എ ഡി ഇ കെ എന്ന് പറഞ്ഞ ഫാറ്റ് വൈറ്റമിൻസ് ആണെന്ന് നമുക്കറിയാം. ഇത് അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ വൈറ്റമിൻസ് എല്ലാം ഒരുപോലെയാണ്. പ്ലാന്റ്സിന് ഏതെങ്കിലും ഒരു വൈറ്റമിൻ വേണമോ? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, പൂർണ്ണമായിട്ടും തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. പ്ലാന്റ്സിന് വൈറ്റമിൻസിന്റെ ആവശ്യമില്ല. കാരണം പ്ലാന്റ്സ് സ്വയമേ തന്നെ വൈറ്റമിൻസും എൻസൈംസും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവയ്ക്ക് വേണ്ട വൈറ്റമിൻസ് അവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്ലാന്റ്സിന്റെ സ്റ്റഡി ചെയ്യുമ്പോഴും നമ്മൾ ഈ അനിമൽസിനെ നമ്മുടെ ഹോമിയോപ്പതിക് സിറ്റി അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്തൊന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻസ് ആർ നോട്ട് നെസസറി ഫോർ പ്ലാന്റ്സ്, പക്ഷേ ദേ ആർ പ്രൊഡ്യൂസിങ് വൈറ്റമിൻസ് ഫോർ ദം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അതിനകത്ത് വൈറ്റമിൻ എ ഡി ഇ കെയും ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ടോ? വാട്ടർ സൊല്യൂബിൾ അല്ലേ, ഫാറ്റ് സൊല്യൂബിൾ ഉണ്ടോ അതിനകത്തൊക്കെ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബയോകെമിസ്ട്രി അല്ലെങ്കിൽ പ്ലാന്റ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ഇനി എസെൻഷ്യാലിറ്റി ഓഫ് ആൻ ഓർഗാനിക് എലിമെന്റ് ലിങ്ക്ഡ് വിത്ത് മെറ്റബോളിക് സ്റ്റെപ്സ്. ഞാൻ പറഞ്ഞു കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ മെറ്റബോളിക് ലിങ്കിലും ഓരോ കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സം അനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ്, സിലിക്കൺ ആൻഡ് റുബീഡിയം റെഗുലർലി ഒക്കർ ഇൻ ബ്ലഡ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ, ദോ നോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അസൈൻ ടു ദം. അതാണ് ഫിസിയോളജിക്കലി ഇൻആക്റ്റീവ്, ബട്ട് ദേ ആർ വെരി എസെൻഷ്യൽ. ഇനി ഒരു ഇന്ററാക്ഷനെ ഒരു എക്സാമ്പിൾ, ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ ഇത് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ഞാൻ ആ ബോറോൺ എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെന്റ് കൊണ്ട് ഞാൻ എത്ര വലിയ സ്റ്റഡി നടത്തിയെന്നത് അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി. അതൊരു കൺട്രോൾ ആയിട്ട് കിട്ടി. അതേപോലെ ഇതെല്ലാം ഓരോ കൺട്രോളാണ്. നമുക്കിപ്പോൾ ഈ അനിമൽ സ്റ്റഡിയും ടിഷ്യൂ ലാൻഡ് സ്റ്റഡിയും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഷീപ്പ് ആൻഡ് മൊളിബ്ഡിനം ടോക്സിസിറ്റി. The diet in low molybdenum leads accumulation of copper in liver toxicity. അപ്പോൾ മൊളിബ്ഡിനം കുറച്ച് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡാണ് ആ ആനിമൽസിന് കൊടുത്തപ്പോൾ എന്ത് പറ്റി? കോപ്പർ ടോക്സിസിറ്റി ഉണ്ടായി. കൺവേഴ്സ്ലി, when diet is high in molybdenum, clinical copper deficiency develops. അപ്പൊ മൊളിബ്ഡിനം കുറച്ച് ഹൈ ആയത്, മൊളിബ്ഡിനം ഹൈ ആയപ്പോൾ എന്ത് പറ്റി? കോപ്പറിന്റെ ഡെഫിഷ്യൻസിയും ഉണ്ടായി. അപ്പൊ കൂടിപ്പോയപ്പോൾ കോപ്പർ ഡെഫിഷ്യൻ്റ് ആയി. അതേസമയം കൂടിയപ്പോൾ കോപ്പർ ഡെഫിഷ്യൻസി ആയി, കുറഞ്ഞപ്പോൾ കോപ്പർ അക്യുമുലേഷൻ ആയി, ടോക്സിസിറ്റി ആയി. അതുപോലെ തന്നെ molybdenum toxicity alleviated by small amounts of copper and copper toxicity can be alleviated by small amount of molybdenum. ഇപ്പൊ ഇങ്ങനെ പരസ്പരം ട്രീറ്റബിൾ സൈഡിലും ക്ലിനിക്കൽ സൈഡിലും അത് പ്രയോജനപ്പെട്ടു ആന്റഗോണിസ്റ്റിക് ആയിട്ട്, അതായത് റിവേഴ്സ് ആയിട്ട്. molybdenum intake and excretion is independent of the presence of inorganic sulfate sulfate in diet. ഇനോർഗാനിക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം ഇതിന്റെ ഒരു ഇന്ററാക്ഷൻ ആണ്. അതായത് മണ്ണിലിപ്പോൾ മൊളിബ്ഡിനം കൂടിപ്പോയപ്പോൾ നമ്മൾ സൾഫേറ്റ് ഉപയോഗിച്ചെന്ന് വെക്കുക, അത് ഒരു പകരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷീപ്പ് മൊളിബ്ഡിനം കൊടുത്തപ്പോൾ ഷീപ്പിനും അതേപോലെ തന്നെ അനിമൽസിനും ഈ ഇനോർഗാനിക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം കൊടുക്കുകയാണെങ്കിൽ ഈ മൊളിബ്ഡിനത്തിന്റെ ആ ഒരു ഇന്ററാക്ഷൻ വഴി ഇൻടേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ വേരിൽ നിന്ന് ഇത് അബ്സോർവ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നർ ഓഫ് ദ ബോഡി ഇന്ററാക്ഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഹ്യൂമൻ ബീങ്സിലും അത് പ്രധാനപ്പെട്ടതാണ്. സോഡിയം എന്ന് പറയുന്നത് എത്ര റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ് എന്നറിയോ? പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ എത്ര റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ് ആണ്. അലൂമിനിയം എത്ര മെർക്കുറിയും തമ്മിൽ എന്തുമാത്രം റിയാക്റ്റീവ് ആണെന്നറിയോ? അപ്പോൾ അലൂമിനിയം തന്നെ, ഈ മെർക്കുറി തന്നെ ഒരു അല്പം ഗോൾഡിലായാൽ ഗോൾഡേ അല്ലാതാകുന്നു. ഗോൾഡ് വളരെ മികച്ച മെറ്റൽ എന്ന് പറഞ്ഞ് ലോകത്തെ മറ്റെല്ലാ എലിമെന്റുമായിട്ടും ബന്ധമില്ല, സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എന്തുമാത്രം അതിന് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരിക്കും ഗോൾഡിന്. ആ ഗോൾഡ് ഈ പ്രപഞ്ചത്തിലെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി കിടക്കാൻ കഴിയുന്ന ഗോൾഡിന് ഈ മെർക്കുറി എന്ന് പറയുന്ന ലോഹം സൊല്യൂബിൾ ആയിട്ടുള്ള എന്താണ് അതിന് പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള മെറ്റൽ എത്ര വേഗം എന്ന് പറയാം. കുറച്ച് ഗോൾഡിൽ നമ്മൾ മെർക്കുറിയിൽ ആ മെർക്കുറിയിൽ ഗോൾഡേ അല്ലാതാകുന്നു. അപ്പൊ അതുപോലെ ഇത് തന്നെ ഈ അലൂമിനിയവും മെർക്കുറിയും തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ വലിയ എന്തോ ഒരു ചാരം ഇങ്ങനെ വളർന്നു വരുന്നത് കാണാം. അതേപോലെ തന്നെ ഈ സൾഫേറ്റ്സ് ഇവിടെ പറയുന്നതും അതാണ്. ഇന്ററാക്ഷൻ വഴി സോഡിയം ഇപ്പൊ വെള്ളത്തിലിട്ടാൽ ഭയങ്കര ശക്തമായ തീ പോലെ ഇങ്ങനെ പൊള്ളിപ്പോകുന്നതാണ്. പൊട്ടാഷ്യം അതുപോലെ തന്നെ പെട്ടെന്ന് വിസ്ഫോടനം നടക്കുകയും നല്ല തീ പന്തം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് സോഡിയവും വാട്ടറും. പക്ഷേ ഈ സോഡിയവും വാട്ടറും ഇല്ലാത്ത ശരീരമേ ഇല്ല.
അനിമൽസിലും ഇല്ല, പ്ലാന്റ്സിലും ഇല്ല. ഇതെങ്ങനെ ഈ സെൽസിനകത്ത്, മൈക്രോ ആയിട്ടുള്ള സെൽസിനകത്ത്, പാത്രങ്ങൾ പോലെ ഇരിക്കുന്ന ചെറിയ സെൽസിനകത്ത് ഈ സോഡിയം എപ്പോഴും പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത്? അയോൺസ് വഴിയാണ് എന്നാണ്. അപ്പോൾ ഈ സോഡിയം ഇനോർഗാനിക് ആണ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ സോഡിയം എന്ന് പറയുന്നത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു ഏജന്റ് എലിമെന്റ് ആണെങ്കിൽ പോലും അത് അയോൺസിന്റെ രൂപത്തില് അവയുടെ ഇലക്ട്രോൺസിന്റെ ഒരു ചെറിയ വ്യത്യാസത്തിൽ N+Cl- എന്ന് പറയുന്ന ആ ഒരു അയോണിക് സ്റ്റേജിലാണ് ഇന്റീരിയർ ആയിട്ടും അകത്തും ബോഡിയിൽ ഈ സെൽസിൽ വർദ്ധിക്കുന്നത്. അത് അങ്ങനെ മാത്രമേ വർദ്ധിക്കുള്ളൂ. പ്ലാന്റ്സിലും അതുപോലെ തന്നെ അകത്തൊന്നും നടക്കുന്നില്ല. നാം വിചാരിക്കുന്ന പോലെ ഒരു ഇന്ററാക്ഷൻ അകത്ത് സംഭവിക്കുന്നേ ഇല്ല. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ജെനറ്റിക്സ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഡിഫക്റ്റേ കാണുന്നുള്ളൂ. അതേസമയം അബ്സോർഷനേ നടക്കുന്നില്ല എന്നുള്ളതാണ്. വയറുകളിൽ വഴിയാവേ അകത്തേക്ക് ഓസ്മോസിസ് എന്താണ്? അപ്പൊ നമുക്ക് തന്നെ അറിയാം, എഗൻസ്റ്റ് ട്രാൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് ആണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഓസ്മോസിസ്, മൊളാസിസ്. നമ്മൾ ഓസ്മോസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓസ്മോസിസ് എന്ന് എഗൻസ്റ്റ് ആണ്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട്സ് ആണ് താഴോട്ട് വരുന്നത്, പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹയർ നീരൊക്കെ വച്ചിരിക്കുന്ന കാലിനെ ലേശം ഉപ്പുവെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ കാലിലുള്ള നീരാണ് പുറത്തേക്ക് വരുന്നത്. ഈ സാൾട്ടിന്റെ പോർഷൻസ് അകത്തോട്ട് പോകുന്നില്ല, ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു അതേ സമയം നെഗറ്റീവായിട്ടാണ് വരാനുള്ളത് എന്നാണ് നാച്ചുറലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. സെൽസിന്റെ ബാരിയർ ഉണ്ട്. സെൽസിന്റെ ബാരിയർ, ഇന്റർസെപ്റ്റീഷ്യൽ ആയിട്ടുള്ള സെൽസിന്റെ ബാരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റീവ് ടിഷ്യൂ, ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ എന്നുള്ളത് പോലെ തന്നെ സെൽസിന്റെ ഈ ഇടയിലുള്ള ആ ഒരു ഇന്റർസ്റ്റീഷ്യൽ ആയിട്ടുള്ള സ്പേസ് വെച്ച് നോക്കിയാണ്, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മുടെ സെൽസ് ഇരിക്കുന്നത്. സെൽസ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും, ഇന്റർസ്റ്റീഷ്യൽ ആയിട്ടുള്ള ആ ഒരു കല എന്ന് പറയുന്നത്, കണക്ടിവിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമാണ്. അനേകം നദികളും പുഴകളും പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ ഇതിൽ കുറച്ചായിട്ടും സെൽസ് കിടക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കേണ്ടി വരും. ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ അതിന് ഇവിടെ എപ്പോഴും നടക്കുന്നു? ഈ കൺവയൻസ് മുഴുവൻ അതിലാണ് നടക്കുന്നത്. അപ്പൊ ഹോമിയോ മെഡിസിൻസിന്റെയും ഈ ആക്ഷൻസ് ഒക്കെ നമുക്ക് ആ കണക്കിന് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ കണക്കിന് ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ പിന്നെ ഇത്രയും സെന്റിയന്റ് ആയിട്ടുള്ള നഴ്സ് എന്നൊക്കെ മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെ ഇത്രയും സ്പെസിഫിക് ആയിട്ട് ആ സൈറ്റിൽ തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു? ഹോമിയോപ്പതിയുടെ ഇത്രയും മെഡിസിൻസിന്റെ മൈക്രോ ആയിട്ടുള്ള ഈ എലിമെന്റ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഇനി അടുത്തത് M1 ഇൻടേക്ക്, അതായത് മാംഗനീസ് ഇൻടേക്ക് ആന്റഗോണൈസസ് ദ എഫക്ട് ഓഫ് മൊളിബ്ഡിനം ആൻഡ് സൾഫേറ്റ് ഇൻ ലിമിറ്റിംഗ് കോപ്പർ റിട്ടൻഷൻ. ഇതൊരു ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. മാംഗനീസും കോപ്പറും മൊളിബ്ഡിനവും തമ്മിലുള്ള ഇതാണ്. മാംഗനീസും സൾഫേറ്റും തമ്മിലുള്ള ഒരു ബന്ധമാണ്. മാംഗനീസിന്റെ ഇൻടേക്ക് മൊളിബ്ഡിനത്തെ പോലെ തന്നെ സൾഫേറ്റ്സ് എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കോപ്പർ റിട്ടൻഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? കോപ്പർ അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് മൊളിബ്ഡിനവും കോപ്പറിന്റെയും എഫക്ട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഇതിനെ പകരവും ഈ സൾഫേറ്റ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ മണ്ണിൽ കൂടുതൽ സൾഫേറ്റ്സ് ചേർക്കുന്നത് കൊണ്ട് ഈ മൊളിബ്ഡിനം, അത് മാത്രമല്ല ഇപ്പൊ കുമ്മായം ചേർക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. നമ്മൾ ബോഡിയിൽ മണ്ണിൽ കൂടുതൽ കുമ്മായം ചേർത്തു, എന്ത് പറ്റും? മഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകും. അപ്പൊ ഈ ആ അളവ് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് വെച്ചാല് ഈ അസിഡിറ്റി, അതായത് pH ലെവൽ കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഇതിന് ഉള്ളിലോട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. pH നോർമൽ ആക്കുന്നതിന് വേണ്ടി ഈ സൾഫേറ്റ്സ് കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ മഴ പെയ്ത് കുറെ ഒലിച്ചു പോകുമ്പോഴേക്കും വീണ്ടും മാഗ്നീഷ്യം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ മാഗ്നീഷ്യം അവിടെ കുറച്ച് മതി, പക്ഷെ അബ്സോർബ് ചെയ്യുന്നില്ല. കാരണം pH ലെവലാണ് അവിടെ അബ്സോർപ്ഷനെ ആയിട്ട് സഹായിക്കുന്നത്. അതിവിടെ ഇത് പ്രത്യേകമായിട്ടും ഇതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്തത്, insufficiency of an unavailable element, the soil reduces the effectiveness of other elements and consequently lower harvest yields. അപ്പോൾ ഈ പ്ലാന്റ്സിന്റെ ഇതിപ്പോ കൃഷിയെ സംബന്ധിക്കുന്നതാണ്. അതായത് എലിമെന്റ് സോയിലിൽ ഇൻസഫിഷ്യന്റ് ആകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? എഫക്റ്റീവ്നെസ് ഓഫ് അതർ എലിമെന്റ് ആണ്, മറ്റു എലിമെന്റ്സിനെയും അത് ബാധിക്കും. അങ്ങനെയാണ് ഹാർവസ്റ്റ്, മറ്റേ വിളവ് കുറഞ്ഞു പോകുന്നത്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഓരോ എലിമെന്റിനും പ്രത്യേകമായിട്ടും വേണം. റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടാഷ്യം ഫെർട്ടിലൈസർ ഫേവേഴ്സ് ദ ലീച്ചിങ് ഓഫ് കാൽഷ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ചോക്ക്, കുമ്മായപ്പൊടി നമ്മൾ കൂടെ ഇങ്ങനെ വിതറും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ഈ മണ്ണിന്റെ നോർമൽസി ഒക്കെ ശരിയായി വരും. പക്ഷെ എന്ത് പറ്റുന്നു? അത് പൊട്ടാഷ്യം ഫെർട്ടിലൈസർ വേണം. പിന്നീട് പൊട്ടാഷ്യം കൊടുത്തെങ്കിൽ മാത്രമേ കാൽസ്യം കൂടുതലായി പോയതിനെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പൊട്ടാഷ്യം ഫെർട്ടിലൈസർ കൂടി കാൽഷ്യത്തിന്റെ കൂടെ കൊടുക്കണം, കുമ്മായപ്പൊടി പിന്നീട് വേണ്ടി വരുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത്? പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് എലിമെന്റ്സിന്, പിന്നെ സോഡിയം പൊട്ടാഷ്യമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ബോഡിയിൽ തന്നെ സോഡിയം പൊട്ടാഷ്യം തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 134 മില്ലിഗ്രാം പെർ 100 ml എന്ന് പറയുമ്പോൾ വെറും 9 മില്ലിഗ്രാം പെർ 100 ml ഉള്ളൂ പൊട്ടാഷ്യം. അത് 9 നിന്ന് 11 ആയി കഴിഞ്ഞാൽ ഉടനെ കിഡ്നി പ്രോബ്ലംസ് വരുന്നു, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ആണെന്ന് നാം അറിയുന്നു. ഈ സ്വിറ്റ്സർലൻഡിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കറിയാം.
ഇത് ടിഷ്യൂ സാൾസിൽ നിന്നാണോ അല്ലെങ്കിൽ ടിഷ്യൂ സാൾസ് വഴിയാണോ ഇത് എന്നതാണ്. ഈ ലാബ് ടെക്നീഷ്യൻസ് ലാബ് സ്റ്റഡി കണ്ടമാനം വളർന്നപ്പോൾ ഇത് നേരെ തിരിഞ്ഞു പോയി. മെഡിക്കൽ ഫീൽഡ് ശരിക്കും ആൾട്ടർ ചെയ്ത് വന്നിരിക്കുന്നു. ഞാൻ ഈ ബയോകെമിസ്ട്രി ഒരിക്കൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഫോറൻസിക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, അതിനകത്ത് ലാസ്റ്റിൽ കുറെ മൈക്രോ ടെസ്റ്റ്സ് ഉണ്ട്. വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് ഇത് പോയിസണസ് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിങ് ആന്റിമണിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ്. അപ്പൊ അതിനെ അറിയാൻ വേണ്ടി അവര് ഈ ക്യാബിൻ അടക്കിയിരിക്കുന്ന ഭാഗത്തെ മണ്ണ് അതൊക്കെ കൊണ്ട് തെളിയിച്ച കേസുകളുണ്ട്. എങ്ങനെയാണ് അതിന് കാരണം ഒന്നും ചില എലിമെന്റ്സിന്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ ആഴ്സനിക്ക് കഴിച്ച് പോയിസൺ മരിച്ചു കഴിഞ്ഞാൽ ആഴ്സനിക്ക് ശരീരത്തിലെ ബോഡിയിലെ ഒന്നും കാണില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ കുറച്ച് ആഴ്സനിക്കിന്റെ സ്വഭാവമാണ്. അത് മരിച്ച് അടക്കി കുറെ നാൾ കഴിയുമ്പോൾ സ്കിന്നിൽ നിന്നോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്നോ കുറച്ച് സ്റ്റോമക്കിൽ നിന്ന് കിട്ടും. അതിനൊരു പേരുണ്ട്, പേര് ഞാൻ വിട്ടുപോയി. അതിന് ആ ഒരു ടേം ഉണ്ട്, അത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അത് ആഴ്സനിക്കിന്റെ സ്വഭാവമാണ്. ഇങ്ങനെ ആന്റിമണിക്കും ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള എലിമെന്റ്സിന്റെ പ്രത്യേക സ്വഭാവം ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് ഗാർത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു അദ്ദേഹം ടെക്സ്റ്റ് ബുക്ക്, ഇത് ടിഷ്യൂ റെമഡീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നോക്കുക. ഇത് BJനിൽ കിട്ടും, വളരെ ഓൾഡാണ്. ഇത് ഞാൻ വാങ്ങിയിരുന്നു. ഇത് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കൊട്ടേഷനും എല്ലാം ഇതിനകത്തുണ്ട്. അതിനകത്ത് ഗാർത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ കാര്യം അന്നേ പറഞ്ഞിരുന്നു. അതായത് ലൈഫിൽ ഈ എലിമെന്റ്സ് ഉള്ളിലോട്ട് പോയാൽ, അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് ഈ ഇനോർഗാനിക് എലിമെന്റ്സ് ഒരിക്കലും എന്തല്ല, ഈ ഇനോർഗാനിക് അവയുടേതായിട്ടുള്ള പ്രത്യേകമായിട്ട് തന്നെയാണ് അവിടെ വർത്തിക്കുന്നതും പ്രവർത്തന മണ്ഡലത്തിൽ എന്ന് അദ്ദേഹം കണ്ടുവരുന്നു. അത് അങ്ങനെ ഒരു കാര്യം പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷെ അത് അധികം അതുപോലുള്ള ഒരുപാട് സ്റ്റഡീസ് ആ സമയത്ത് നടന്നിരുന്നു. ഷൂസ്ലർ വളരെയേറെ ചർച്ചാ വിഷയമായിരുന്നു. ഹനുമാന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഷൂസ്ലർ ഹോമിയോപ്പതി അദ്ദേഹം പിന്നീട് ഹയർ പൊട്ടൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ 12 ടിഷ്യൂ റെമഡീസിന്റെയും ഹയർ ഡയലൂഷൻസ് ഉണ്ട്. അവയ്ക്കും വലിയ വ്യത്യാസമൊന്നും ഇല്ല. മെറ്റീരിയൽ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് അന്ന് ഒരു 60% ഈ ബയോകെമിക്സിനെ കാണുന്നത്. അത് അദ്ദേഹം തന്നെ 12x 6x 3x 4x 5x ലെവലിലാണ് ഈ പ്ലാന്റ്സിലും അനിമൽസിലും ഈ മൈക്രോ ഇനോർഗാനിക് എലിമെന്റ്സ് കാണുന്നത് എന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. അതായത് 6x 5x വരെ ഉള്ള ആ ഒരു പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഡൈലുവന്റ് ആയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ബോഡിയിലുള്ളത്. 6x ആണ് തെറാപ്യൂട്ടിക് ആയിട്ട് അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പീസ് സൈസ് ട്രൈച്ചുറേറ്റ് ചെയ്ത് പൗഡറാക്കി അത് ആ പൗഡറാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ അനിമൽസ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു എലിമെന്റ്സിനും സാധിക്കില്ല. എല്ലാം നിയതമായി തന്നെയാണ് വേണ്ടത്. അമോണിയം അയൺസ് ഹാവ് പർട്ടിക്കുലർ അഫിനിറ്റി ടു കോപ്പർ അയോൺസ്. ഇതൊരു ഇന്ററാക്ഷൻ ആണ്. ഫോസ്ഫോറിക് ആസിഡ് ക്യാൻ ആൾസോ മേക്ക് അവൈലബിൾ കോപ്പർ ഡിസപ്പിയർ ഫ്രം സോയിൽ. സിട്രസ് ഫ്രൂട്ട്സ് ആർ ആൾസോ ഡെഫിഷ്യന്റ്. ഇത്രയും നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി ഡെഫിഷ്യൻസി ഓഫ് പ്ലാന്റ്സ് അഫക്ട് ദ ഡെഫിഷ്യൻസി ഓഫ് ദ സെയിം ഓർ ദ ഇന്ററാക്ടിങ് എലിമെന്റ് ഇൻ ആനിമൽസ്. Deficiency for plants affect the deficiency of the same or the interacting element. Animal സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ തന്നെ അനിമൽസിലും പ്ലാന്റ്സിലും എന്താണ് ഈ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ്. ഡെഫിഷ്യൻസി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അഫക്ട് ദ ഡെഫിഷ്യൻസി ഓഫ് ദ സെയിം ഓർ ദ ഇന്ററാക്ടിങ് എലിമെന്റ്. അതായത് പ്ലാന്റ്സിലും അനിമൽസിലും ഒരു എലിമെന്റിന്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്ത് പറയുന്നു, ആ എലിമെന്റിൻ്റെതായിട്ടുള്ള ഒരു ഡിഫക്റ്റ് അവിടെ കാണിച്ചിട്ട് അതൊരു എസൻഷ്യൽ എലിമെന്റിന്റെ അസുഖങ്ങളോ രോഗ സിംറ്റംസോ ഉണ്ടാക്കുന്നു എന്നുള്ളത് പോലെ തന്നെ അവയ്ക്ക് അനുബന്ധികമായിട്ടുള്ള മറ്റ് എലിമെന്റ്സിനെയും അത് ബാധിക്കും. അത് ആണ് പ്രധാനം. ഇപ്പൊ അയൺ ഞാൻ നേരത്തെ പറഞ്ഞു, അയൺ കുറഞ്ഞു പോയാലും മാംഗനീസിന്റെയും കോപ്പറിന്റെയും ഒക്കെ ഡിഫക്റ്റ് വരും. കോപ്പർ മാംഗനീസ് ഇല്ലെങ്കിൽ ഒരിക്കലും അയൺ അബ്സോർബ് ചെയ്യില്ല പൂർണ്ണമായിട്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ടു മച്ച് ഓർ ടു ലിറ്റിൽ ഈസ് ഹാംഫുൾ. കൂടുതലായിട്ടും എന്നാൽ കുറഞ്ഞു പോകുന്നതും ഈ എലിമെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹാംഫുൾ ആണ്. ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എനിക്ക് തോന്നുന്നു ടൈം ആയോ ഡോക്ടറെ? നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞു വെപ്പിച്ചു. എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പിടികെട്ടി കാണും. ഇത് ഒന്ന് ശരിക്കും ഇങ്ങനെ ഒരു വ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രമാണ് ഈ ഷൂസ്ലറുടെ ആ ഒരു ഇതിന് കഴിഞ്ഞിട്ട് അതിനെ ഉപരിയായിട്ട് ടിഷ്യൂ സാൾസ് നമുക്ക് എല്ലാവരെയും കൂടുതലായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വളരെ നല്ല. അതൊരു മൈക്രോ എലിമെന്റ്സ് എന്നുള്ള ലെവലിൽ നിന്നും മാറി അതും ഇതുപോലെ തന്നെ ഈ ഹൈഡ്രോജനസ് ആയിട്ടുള്ള ആക്ഷനിൽ തന്നെ ഇനോർഗാനിക് സാൾട്സ് മൈക്രോ
ആയിട്ടുള്ള ആക്ഷനിൽ നിന്നുപരിയായിട്ട് ഇതും ഹോമിയോപ്പതിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വർത്തിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഈ പ്ലാന്റ്സിന്റെ ഇതിലും മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ല, അത് പറയേണ്ട കാര്യമല്ലേ. വാസ്തവത്തിൽ ഈ ഡൈനാമിസവും ഈ വേവ് തിയറിയും മൈന്യൂട്ടായിട്ടുള്ള ഇപ്പൊ ഓരോരുത്തരായിട്ട് പുതുതായിട്ട് പറഞ്ഞു വരുന്ന എല്ലാം അങ്ങനെ അല്ലാതെ വർത്തിക്കാനേ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ തെളിയിച്ച് ശാസ്ത്രത്തിന് മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊക്കെ ഓരോന്നായി. ഇപ്പൊ നമ്മുടെ ഈ സോഡിയം എല്ലാം സോഡിയത്തിന്റെ ലെവലിലാണോ സെൽസിൽ അത് നിൽക്കുന്നത്? ഒരു മോളിക്യൂൾ പോലും ഒരു സെല്ലിന്റെ താങ്ങാൻ കഴിയില്ല, ഒരു ആറ്റം പോലും താങ്ങാൻ കഴിയില്ല സോഡിയത്തിന്റെ. പിന്നെ എങ്ങനെ സോഡിയം പോസിറ്റീവ് അയോൺ ആയി പോലും അയോൺ എന്ന് പറയുമ്പോൾ പവർ വളരെ കൂടുതലാണ്. അപ്പൊ അവയെല്ലാം തന്നെ അതിന്റെ വൈബ്രേഷണൽ സ്റ്റേജിൽ മാത്രം നിലനിൽക്കുന്നു. പിന്നെ ഈ ദൈവം സൃഷ്ടിച്ച മാലാഖമാരെ വെളിച്ചം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മാലാഖമാർ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ വെളിച്ചം കൊണ്ട് മാത്രം സൃഷ്ടിച്ചിരിക്കുന്നു അവരെ. അപ്പോൾ അത് ശരിയല്ലേ? എനർജി ലെവലിൽ മാത്രമാണ്. എന്നാൽ അവർക്ക് രൂപമുണ്ട്, നമുക്ക് നല്ല ആത്മാക്കൾക്ക് അതിൽ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വെറും മണ്ണും വെള്ളവും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്നാലും ഈ വസ്തുക്കളെല്ലാം എങ്ങനെ തന്നെ അവയുടെ എനർജി ലെവലിൽ തന്നെയാണ് പ്രവർത്തിതമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തില് എലമെന്റ്സിനെ കുറിച്ചുള്ള വളരെ ആഴമായ ഒരു ചിന്തയാണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് സമയമായി, പിന്നെ 5 മിനിറ്റ് താമസിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറയാതിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ 2 മിനിറ്റ് തരാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. സേട്ട് സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സേട്ട് സാറേ, സേട്ട് സാറുണ്ടോ? കാര്യം ഡോക്ടർ സ്പീഡിലാണ് പറഞ്ഞതെങ്കിൽ പോലും നല്ലപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഡോക്ടറെ. ഡോക്ടർ കേസ് പറയുകയാണെങ്കിൽ ബയോകെമിക്കൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഈ സ്പീച്ച്. കാരണം എനിക്കെന്നാ അറിയാം, കുറച്ചാളുകൾ ബയോകെമിക് ഹൈപ്പോട്ടൻസി കൊടുത്തിട്ട് ബയോകെമിക്ക് മാത്രം കൊടുക്കുന്ന ആളെന്ന് എനിക്കറിയാം. അങ്ങനെ ഡോക്ടർമാർ, ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം എനിക്കറിയാം. അവർക്ക് ഈ സ്പീച്ച് വളരെയധികം ഗുണം ചെയ്യും അല്ലേ? മോളിക്കുലർ വാല്യൂ ഒക്കെ വെച്ച് പറയുന്നതിൻ്റെ പേരിൽ പ്യുവർ ഹോമിയോപ്പതിക്ക് വെച്ച് പറയുമ്പോഴേ അത് അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹോമിയോപ്പതി അഡ്വാൻസ് ആയിട്ട് പറയുമ്പോഴേ അതിൻ്റെ മോളിക്കുലർ തിയറി അല്ല അതിനകത്ത് വരുന്നത്. പൊട്ടൻറ്റൈസ് ഫോമാണ്. പൊട്ടൻറ്റൈസ് ഫോം എന്ന് പറഞ്ഞാൽ പവർ വ്യത്യസ്തമായ ഒരു പവറാണ്. നമ്മൾ മറ്റുള്ള ബയോകെമിക് പവർ പോലെ അല്ല ഉള്ളത്. പൊട്ടൻറ്റൈസ് വേണ്ടി വരും. ആ പൊട്ടൻറ്റൈസ് വരുമ്പോഴേക്കും 30th പൊട്ടൻസി മുതൽ മേപ്പോട്ടാണ് അതിനകത്തെ കൂടുതൽ ഘടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വരുമ്പോഴേക്കും ഇതിനകത്ത് പ്രസക്തിയില്ല. എന്നാലും ഡോക്ടറെ കേസ് ചെയ്ത് വളരെയധികം നന്നായിരുന്നു. ബയോകെമിക്കിൻ്റെ പഠനങ്ങൾ കൂടുതൽ പഠിക്കാനും സാധ്യത കണ്ടെത്താനും ഒരുപാട് സഹായിക്കുന്ന ഒരു അറിവാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. നന്ദി സേട്ട് സാറേ. സാർ ആദ്യം മുതലേ ഇതില് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പകുതി പോലെ ഉണ്ടായിരുന്നു. സന്തോഷം സാറേ. ആരോഗ്യം എങ്ങനെയുണ്ട് സാറേ? കൂടുതൽ കസേര ഇരിക്കാൻ പറ്റൂല, അതാണ് ഞാൻ മുഖം കാണിക്കാത്തത്. ഏതായാലും സന്തോഷം സാറേ, സാറ് വന്നതില്. അങ്ങനെ ഏതായാലും നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചില മൂലകങ്ങളിലെ പ്രതിപ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്ത മഷൂദ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇതിപ്പം ഡോക്ടറുടെ 8ാമത്തെ ക്ലാസ്സാണ് മലയാളം സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും വളരെ ആഴമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത സെക്ഷനും എത്രയും വേഗം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഡോക്ടറെ ഇതുപോലെയുള്ള ക്ലാസ്സുമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ 5 വർഷത്തെ സെലിബ്രേഷൻ സെപ്റ്റംബർ 28 കൊച്ചിയിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അതിൽ എത്രയും വേഗം എല്ലാവരും രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണുവാനുള്ള അവസരം ഒരുക്കണം. എത്രയും ഒരു 15-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എല്ലാവരും ആ ഒരു പരിപാടിയിൽ, ആഘോഷ പരിപാടിയിൽ
IFPHന്റെ പ്രത്യേക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 1805 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു സർ.